ദിലീപ് കേസ് അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ മനഃപൂർവ്വം കൊടുക്കാൻ കുറെ പേർ ശ്രമിച്ചു. അതിൽ സിനിമാ രംഗത്തുള്ള പലരും ഉണ്ടെന്ന് പറയുന്നു, പോലീസ് രംഗത്തുള്ള പലരും ഉണ്ടെന്ന് പറയുന്നു. അപ്പോ ഇത് ആദ്യം പിണറായി വിജയനെ തെറ്റിദ്ധരിപ്പിച്ച ഒരു നിലപാടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായ രീതി സ്വീകരിച്ചത്. ഇതിലൊരു IPS ഉദ്യോഗസ്ഥയുടെ കൈകടത്തലുകൾ ഉണ്ടായിരുന്നു എന്നുള്ള TP സെൻകുമാർ അടക്കം കത്തെഴുതിയതിന്റെ വിവരം വരെ കോടതിയിലെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. കാരണം ഇതിൽ ദിലീപിനെ കൊടുക്കാനായി പോലീസ് ഉദ്യോഗസ്ഥ മനഃപൂർവ്വം ശ്രമിച്ചതാണ് എന്നതടക്കമുള്ളത്. ഈ കാര്യത്തിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളത് കൃത്യമായി പിണറായി വിജയന് മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സന്ധ്യ എന്ന് പറഞ്ഞവർ അനാവശ്യമായിട്ട് അന്വേഷണ സംഘത്തിനകത്ത് കയറിപ്പറ്റി ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാരണം ദിലീപിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യണം, എൻ്റെ അജണ്ടയാണ്, മറ്റ് ഉള്ളവരെ ഏൽപ്പിച്ചാൽ നടക്കത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു കാര്യം വന്നു. അന്ന് പിണറായി വിജയൻ ഇത് പ്രമാദമായിട്ടുള്ള കേസായതുകൊണ്ട്, സെലിബ്രിറ്റി ആയതുകൊണ്ടും അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു, തെളിവുകളുണ്ട്, എല്ലാം അയാൾക്കെതിരാണ്, അയാളാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ 8 കൊല്ലം നോക്കിയിട്ടും തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും വീണ്ടും അപ്പീൽ പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പീൽ പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഇപ്പം ഞാനും ഈ രാജേന്ദ്ര സാറും തന്നെയെല്ലാം അതിജീവിതയ്ക്കൊപ്പം പോവാം. അതിജീവിതയുടെ ആവശ്യം അപ്പീൽ പോകണം. ഇപ്പം അടുത്ത കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അപ്പീൽ പോകണം. അപ്പോൾ അത്രയും സമയം കൂടെ ഇതിനകത്ത് ഇദ്ദേഹത്തെ പ്രതിയാക്കി നിർത്താമല്ലോ, അല്ലെങ്കിൽ കുറ്റക്കാരനാക്കി നിർത്താമല്ലോ. അതായത് കുറ്റക്കാരനല്ല എന്ന് വിധിക്കുമ്പോൾ അപ്പീൽ പോകുമ്പോൾ വീണ്ടും കേസ് അതിന്റെ ലൈവിൽ വരികയാണ്. അപ്പോൾ വീണ്ടും ആ മേൽക്കോടതിയിൽ ആ കേസ് നടക്കുകയാണ്. അപ്പോൾ പ്രതിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്, കുറ്റക്കാരനെ സ്ഥാപിക്കാനൊന്നും പറ്റത്തില്ല, പ്രതിയായിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കോടതിയിൽ വാദം നടക്കും. അപ്പം അത് കേസ് നീട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി സാധിക്കും. അപ്പം ഇന്നലെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ കേസിനകത്ത് ഈ ഒരു വ്യാജ പ്രചരണം കൊണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടാണ്, പ്രോസിക്യൂഷന്റെ കുഴപ്പം കൊണ്ടാണ്, മറ്റു ചിലതും കൊണ്ടാണ് ഈ കേസ് തോറ്റത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതികളൊക്കെ രക്ഷപ്പെട്ട് ഏത് കേസിനകത്തായാലും ഉൾപ്പെടുന്ന പ്രതികൾ മൊത്തം ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയില്ല. കേസ് ഫാബ്രിക്കേറ്റഡ് ചെയ്ത് അല്ലെങ്കിൽ കേസിനകത്ത് ആരെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ അവരെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അത് അങ്ങനെയെല്ലാം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് കോടതിയിൽ ഈ പറയുന്ന ആൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ കടമയാണ്. അപ്പോൾ ഒരു തെളിവുമില്ലാതെ 7ഓളം തെളിവുകൾ ദിലീപിനെതിരെ കൊണ്ടുവന്നത് അതങ്ങനെയല്ല എന്ന് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഈ 1700ഓളം പേജുകളുള്ള വിധിന്യായം പുറത്തു വന്നതിന് ശേഷവും അതിജീവിതയും ഭാഗ്യലക്ഷ്മിയും കൊണ്ടിരുന്ന് കരയുക, അല്ലെങ്കിൽ കുറെ പേർ KSRTC ബസ്സിനകത്ത് കരയുക, വണ്ടിക്കകത്ത് കരയുക, റോഡിൽ നിന്ന് കരയുക. ഇപ്പോൾ കോടതി ഗവൺമെന്റ് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു അതിജീവിതയ്ക്കൊപ്പം അപ്പീൽ പോകണം. അപ്പോൾ ഇന്നലെ അവരെ ഈ പറയുന്ന രാഷ്ട്രീയമാണല്ലോ, അപ്പോൾ ഇവരെ അവിടെ വിശിഷ്ടാതിഥിയായി ഇവർ മെനഞ്ഞാന്ന് പ്രഖ്യാപിക്കുന്നു ഞാനാണ് അതിജീവിത എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കൂട്ടം, ഞാനാണ് അതിജീവിതം എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നു. എൻ്റെ പേര് ആ രീതിയിൽ സംസാരിക്കുന്നു. അതൊക്കെ അവരുടെ സൗകര്യം അല്ല. ഇത് കേട്ടതിന് മുമ്പ് ഇതാർക്കും അറിയാൻ വയ്യാത്തതാണെന്ന്, ഇതാർക്കും അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, ഇതിനകത്ത് ഇങ്ങനെ പറയുന്നത് ശരിയല്ലെന്ന് നമ്മുടെ അടുത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കോടതിയെ ബഹുമാനിക്കും. ഈ അതിജീവിതയും ഭാഗ്യലക്ഷ്മിയും ഒക്കെ കോടതിയെ ബഹുമാനിക്കുന്നില്ല. പക്ഷെ നമ്മൾ കോടതിയെ ബഹുമാനിക്കുന്നതുകൊണ്ട് നമ്മൾ അവരുടെ പേര് പറഞ്ഞിട്ട് ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വിരുന്നിന്, ക്രിസ്തുമസ് വിരുന്നിന് ചെല്ലുന്നു. അതിന്റെ പുറകിൽ ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സാധനം വാലായിട്ട് ചെല്ലുന്നു, അവിടെ നിൽക്കുന്നു, ഫോട്ടോഷൂട്ട് നടത്തുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി അടുത്ത് എന്ന് പറഞ്ഞ് വളരെ ചില മാധ്യമങ്ങൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അജണ്ടയാണ് വളരെ സങ്കടത്തോടു കൂടി പറയുന്നത് എനിക്ക് ആവശ്യമുള്ള ആളിനെ ശിക്ഷിക്കാൻ സാധിച്ചില്ല, അങ്ങനെ അവർക്കുള്ള ആവശ്യമുള്ള ആളിനെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. ശിക്ഷിക്കാൻ പറ്റും പ്രാപ്തമായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ. സന്ധ്യയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ചില മാടം മഞ്ജുവാരുടെ പേര് പറയുന്നുണ്ട്, ഒരു സംവിധായകന്റെ ഭാര്യയുടെ പേര് പറയുന്നുണ്ട്, സംവിധായകന്റെ പേര് പറയുന്നുണ്ട്. മാർട്ടിൻ എന്ന് പറയുന്നവൻ ഇപ്പം പറഞ്ഞേക്കുന്ന അതിജീവിത പറഞ്ഞേക്കുന്ന എനിക്ക് ഏറ്റവും ആവശ്യം ആ വീഡിയോ പിൻവലിക്കണം. ഇപ്പൊ വീഡിയോ പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ആക്ഷേപിക്കുന്ന വീഡിയോ എന്തോ ആക്ഷേപിക്കുന്നത്, 2ാം പ്രതിയായിട്ട് അയാളെ പ്രതി ചേർത്ത് അയാളെ വലച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, എനിക്ക് ശിക്ഷ കിട്ടുമെന്ന് മുന്നേ അറിഞ്ഞുകൊണ്ട് അയാൾ ജയിലിൽ പോയാൽ നാട്ടുകാർ ഈ വിവരം അറിയണമെന്ന് വിചാരിച്ച് വെളിയിൽ ഇറക്കിയതാണോ ഈ വീഡിയോ എന്ന് ആൾക്കാർ വിചാരിച്ചത്. ഇവർ പറയുന്നതൊക്കെ ശരിയാവണം, ഇവർക്കെതിരെ പറയുന്നതൊക്കെ തടയണം, ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് പിണറായി വിജയൻ അറിയാമായിരുന്നു. ഇതിനുശേഷം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു.
അല്ലെങ്കിൽ ഈ പറയുന്ന സന്ധ്യ എന്ന് പറയുന്ന ആൾ ഈ സെലിബ്രിറ്റിയെ കൊടുക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ തന്നെ ഇവർ അഴിമതിക്കാരിയാണ്. ഒരു സ്വാമിയുടെ ലിംഗം 16 സെന്റ് വസ്തു കൈയടക്കി വെച്ചിരിക്കുന്നത് ഞാൻ കൊടുത്തില്ലെങ്കിൽ, ആശ്രമത്തിന്റെ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ വസതിയിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞപ്പം സ്വാമിയുടെ ലിംഗം പോയി. അത് പിന്നെ ആ കുട്ടി പറഞ്ഞു ആ രീതിയിലേക്ക് സ്വാമി ഗംഗേശ ആ രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇവരുടെ ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ്. ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് വെളിയിൽ പറയാനൊക്കുമോ? അതിനുശേഷം പോലീസ് സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ടിരുന്നേ ഉള്ളൂ. ഏതെങ്കിലും പൊതുജനത്തിനെ കൈകാര്യം ചെയ്യുന്നു, പൊതുജനത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വകുപ്പിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവന്നോ? ഇവരെ DGP ആവാൻ പ്രാപ്തയായിട്ടുള്ളതെന്ന് ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ അറിയാമല്ലോ. ഒരു സ്ത്രീയെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ വെച്ചാൽ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന ഒരു ഇമേജ് ഇവരെ മാറ്റി നിർത്തി, പിണറായിയെ മാറ്റി നിർത്തി, അവരെ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അത്രയ്ക്ക് കുഴപ്പമുള്ളൊരു സ്ത്രീയായിരുന്നു. അല്ലെങ്കിൽ അത്രയ്ക്ക് ഈ കേസിനകത്ത് രാമൻപിള്ള പറഞ്ഞതുപോലെ ഈ കേസിനകത്ത് ഏറ്റവും ഇത്തരത്തിലൊരു കേസ് കണ്ടു, ഒന്നുമില്ലാത്ത ഒരു കേസ്, ഒന്നും തെളിയിക്കാനില്ല. ഒരു വെള്ളപ്പേപ്പറിനകത്തൊരു സാധനം എഴുതിക്കൊണ്ട് വന്ന് തെളിയിക്കാൻ പോലും ഇല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കക്ഷി ഇത് തുടക്കം അല്ലെങ്കിൽ ഇതിങ്ങനെ ആക്കിയത് ഇതിന്റെ പുറകിൽ മൊത്തം നിന്നത് ഇവരാണെന്ന് പരസ്യമായിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അല്ല അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. ഏതെങ്കിലും ഈ രാമപിള്ള എത്ര കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വ്യക്തത വരുത്തിയതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അപ്പീല് പോകും, ഈ പറയുന്ന കൃത്യമായിട്ട് അപ്പീൽ പോകും, ദിലീപിന്റെ പുറകെ പോകും. പുറകെ പോകുമ്പോൾ അകത്താകാൻ പോകുന്നത് ഈ IPS കാരിയായിരിക്കും, അല്ലെങ്കിൽ അതിജീവിതയും ഭാഗ്യലക്ഷ്മിയൊക്കെ ഈ കേസിന്റെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമായിട്ട് വന്നാൽ ഒരുപക്ഷെ അകത്ത് പോകാൻ സാധ്യതയുണ്ട്. ആ രീതിയിലേക്കായിരിക്കും അപ്പീല് ആവശ്യക്കാർക്ക് പോകാം. ഇപ്പൊ ഗവൺമെന്റിന് പോകാം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട് പോകാം. പക്ഷെ ആദ്യമേ അവിടെ ചെല്ലുമ്പോഴേ ചോദിക്കും, ഇനി കൊണ്ടുവരാൻ പറയും. കാരണം ഇതുവരെ കൊണ്ടുപോയ തെളിവുകൾക്കപ്പുറം ചില കാര്യങ്ങൾ കൊണ്ടുവരണമല്ലോ. ഈ CBI അല്ലെങ്കിൽ ആദ്യമേ ചോദിക്കുന്നത് ശിക്ഷിച്ച കേസിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അറിയും. ഈ വെറുതെ വിട്ട് ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ വിടുന്നതിനെതിരെയല്ലേ അപ്പീല്? വെറുതെ വിടുന്നതിനെതിരെയുള്ള അപ്പീൽ ഉണ്ടെങ്കിൽ ആദ്യമേ തെളിവ് കൊണ്ടുവരാൻ പറയും. അവിടെയാണ് കളി നടക്കാൻ പോകുന്നത്. എന്തായാലും ഒരു കളി നടക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിനെ ശരിയായിട്ടൊന്ന് അപഗ്രഥനം ചെയ്താൽ എന്താണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പറഞ്ഞത്? ഇവിടെ പ്രതികളായിട്ടുള്ളവർക്കെതിരെ തെളിവുണ്ട്, അവരെ ശിക്ഷിച്ചു. പ്രതികളെല്ലാം ശിക്ഷിച്ച് ഇത് തന്നെ അതിജീവിതയും പറഞ്ഞു, ഇത് തന്നെ മഞ്ജു വാര്യരും പറഞ്ഞ് സമ്മതിച്ച് പ്രതികളല്ലാത്തവരെ ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഒരു വകുപ്പുമില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വകുപ്പുമില്ല പ്രതികളല്ലാത്തവരെ ശിക്ഷിക്കാൻ. പ്രതികളെ മാത്രമേ ശിക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് തീർന്നു കേസാണ്. ഒന്ന് പിന്നെ കോടതി പറഞ്ഞ ഒരു കാര്യം, ഗൂഢാലോചന ഉണ്ടായിരിക്കാം, പക്ഷേ ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് തെളിവില്ല. ഈ തെളിവുകൾ എങ്ങനെ കിട്ടേണ്ടതാണ്? 2 വിധത്തിലാണ്. ഒന്ന്, പ്രോസിക്യൂഷൻ നിശ്ചയിക്കുന്ന ഈ വിറ്റ്നസ്സുകൾ വഴി, അത് പോലീസ് പ്രോസിക്യൂഷൻ തീരുമാനം. അതുകൂടാതെ മറ്റ് ഇതിനെ കൊറാബറേറ്റ് ചെയ്യുന്ന എവിഡൻസുകൾ, അത് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? ഈ അറസ്റ്റ് ചെയ്ത ആളാണ്. ആ തെളിവുകൾ ഉണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നിയമം. തെളിവില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു ക്രൈമാണ്. തെളിവില്ലാതെ, ഒരു തെളിവും ഇല്ലാതെ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ വിരുദ്ധമാണ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വൈകുന്നേരം ആണെന്ന് തോന്നുന്നു, ഒരു സന്ധ്യാ നേരത്ത് തന്നെയാണ്. സന്ധ്യ പോയിട്ട് വളരെ ധൈര്യമായിട്ട് യൂണിഫോമിൽ പോയിട്ടാണ് ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെന്തൊരു തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ സംശയിച്ചു പോയി. സംശയിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഈ സന്ധ്യയും ഞാനും ഒക്കെ കൂടി, വേറെ കുറേ ആളുകളും കൂടി പട്ടത്തുള്ള കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ അധ്യാപക രക്ഷാകർതൃ സമിതിയിൽ ഒരുമിച്ച് അംഗങ്ങളായിരുന്ന ആൾക്കാരാണ്. അവരുടെ മകളും എൻ്റെ മകളും അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടായത്. അവിടെ വെച്ച് ഇവർക്കെതിരെ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുണ്ടായപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സന്ധ്യ പൊട്ടിക്കരയുകയാണ്. ഒരു സാധാ പോലീസുകാരിക്ക് പോലും വേണ്ട ധൈര്യം അവർക്കില്ല. അത്രയും തൻ്റെ ഇടമില്ലാത്ത ഒരു സ്ത്രീ എങ്ങനെ ദിലീപിനെ പോലെ പോപ്പുലറായിട്ടൊരു നടനെ അറസ്റ്റ് ചെയ്തു എന്നെനിക്ക് അന്നേ സന്ദേഹം തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും, ശരിയായിട്ടുള്ള കൊറാബറേറ്ററി എവിഡൻസ്, അതായത് പോലീസ് കണ്ടെത്തുന്ന തെളിവുകൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ടാവും. സോളിഡും കോൺക്രീറ്റുമായുള്ള എവിഡൻസ് ഇല്ലെങ്കിലുണ്ടല്ലോ പോലീസുകാരൻ്റെ പണി പാടും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ തെളിവുകൾ പ്രോസിക്യൂഷന് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ആർക്കാ പരാജയം സംഭവിച്ചത്? ഈ എവിഡൻസ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഇതുപോലൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ആരാ? ഒരു 10-40 വർഷം, 4 ദശാബ്ദത്തിലധികം ഈ ക്രൈം ജസ്റ്റിസിൽ പരിചയമുള്ള രാമൻപിള്ള വക്കീലാണ്. രാമൻപിള്ള വക്കീൽ, അദ്ദേഹം ഒരു ചാനലിലും വന്നിരുന്ന് ചർച്ച നടത്തി ഇത് പറഞ്ഞിട്ടില്ല. പത്രക്കാർ ചോദിച്ചപ്പോൾ മാത്രം പറഞ്ഞു, 2 സെൻറ്റൻസ് പറഞ്ഞു നിർത്തി. അതാണ് അഭിഭാഷകൻ്റെ മര്യാദ എന്ന് പറഞ്ഞത്. ഈ
പ്രോസിക്യൂഷനെ രാജിവെച്ച് പോയ പ്രോസിക്യൂഷൻകാരല്ല എവിടെയാ ചർച്ച നടത്തിയത്, അന്തിച്ചർച്ച നടത്തി അവരുടെ ഹോംവർക്ക് നടത്തിയതും ചാനലുകളുടെ തിണ്ണ നിരങ്ങിക്കൊണ്ടാണ് അത് ചെയ്തത്. അവിടെയാണ് അവർ ഹോംവർക്ക് വേണ്ടവണ്ണം ചെയ്തില്ല. എനിക്കറിയാം, ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല, എനിക്കറിയില്ല. പക്ഷേ തെളിവില്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയുന്നു? 1817 പേജുള്ള ആ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു. ഒരൊറ്റ തെളിവ്, പറഞ്ഞിരിക്കുന്ന പ്രമാദമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ആ പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ, അതുപോലെ എറണാകുളത്ത് തന്നെയുള്ള ഹോട്ടലിൽ ഒക്കെ പറയുന്നത് PW, അതെ, ആ കാറിൽ ഇതൊക്കെ നടന്ന എവിഡൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു എവിഡൻസ് ആയിട്ട് തെളിവായിട്ട് ഒരു സാധാരണ കേസിൽ പോലും എടുക്കാൻ പറ്റിയതല്ല. വേറെ കാര്യമുണ്ട് സാർ ഇടയ്ക്കെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട്, പൾസർ സുനീറുടെ ഫോട്ടോ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയും വെച്ചിട്ട് കയ്യപ്പുള്ള ഫോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അന്ന് വെളിയിൽ കൊണ്ടുവന്ന ഫോട്ടോ ഇല്ലേ, പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്തായിരുന്നു, തെളിഞ്ഞല്ലോ. പോലീസ് ഉടല് വേറൊരുത്തന്റെയാ, വേറെ ആളുടെ കൂട്ടിരിക്കുന്ന ഫോട്ടോ പോലീസ്. അതായത് ഈ കേസിന്റെ ആദ്യ തൊട്ട് അറസ്റ്റ് തൊട്ട് കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മൊത്തം തെളിവ്, അതുകൊണ്ട് കോടതി മൊത്തം ഫാബ്രിക്കേറ്റ് ആയിരുന്നു. തെളിവ് നശിപ്പിക്കലാണ്. അതായത് ഗൂഢാലോചന ഉണ്ടായിട്ടുള്ളത് ഇതും ഇനിയും ഉറക്കെ പറയാൻ പറ്റും, എളുപ്പത്തിൽ പറയാൻ പറ്റും, ദിലീപിനെതിരെയായിരുന്നു. പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് വിട്ടുപോയി? ഹണി വർഗീസിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്ക്. ഹണി വർഗീസ് എന്ന് പറയുന്ന ഒന്നാന്തരം വക്കീൽ, അത് ഈ പിണറായി സർക്കാർ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതനുസരിച്ചായിരിക്കും അവരുടെ ട്രാക്ക് റെക്കോർഡ് വെച്ചാൽ പ്രോസിക്യൂഷൻ അവിടുന്ന് പോയതെന്താണെന്നറിയാം, ഒരു പണി അതിനകത്ത് നടക്കത്തില്ല. അതിനകത്ത് ഇവരുടെ ഇടപെടിയിൽ വന്നു, പോലീസിനകത്ത് ഇടപെട്ട പോലെ പ്രോസിക്യൂഷനകത്ത് ഇടപെടിയിൽ വന്നു. അപ്പൊ ഇവരുടെ അടുത്ത് ഒരു പണി നടക്കത്തില്ല, അപ്പൊ നമ്മുടെ പണി നടക്കത്തില്ല, പണി നിർത്തിയേക്കാന്ന് പറഞ്ഞിട്ട് വെളിയിൽ പോയിരുന്ന ഇപ്പൊ നടത്തുന്ന പണി വെളിയിൽ പോയിരുന്ന അന്നേ നടത്തി. അതായത് ഈ മജിസ്ട്രേറ്റിന്റെ അടുത്ത് നടക്കത്തില്ല, കാര്യങ്ങൾ നടക്കത്തില്ല. അത് പറഞ്ഞാൽ അതിജീവിതം പറഞ്ഞല്ലോ, എന്തുകൊണ്ട് നടക്കത്തില്ല? കള്ളത്തരങ്ങൾ നടക്കത്തില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ, അതായത് സത്യസന്ധമായിട്ട് നടക്കത്തുള്ളൂ. അവർ പറഞ്ഞല്ലോ, എന്റെ ഭൂതവും ഭാവിയും നിങ്ങൾ പ്രവചിച്ചു, അന്വേഷിച്ചു. ഹണി വർഗീസ് എവിടെയെങ്കിലും കുഴപ്പം ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും കേസിനകത്ത് കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും വകുപ്പിനകത്ത് എന്റെ പേരിൽ പൈസ മേടിച്ചിട്ടുണ്ടോ, അതന്വേഷിച്ചോ. കോടതിയെ പറ്റി പറഞ്ഞാൽ മര്യാദ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതാ സാറേ ഈ കേസിന്റെ അവസ്ഥ. ഇപ്പോഴും അപ്പീലിന് പോയാലും ഒരവസ്ഥയും ഉണ്ടാവത്തില്ല. അപ്പീലിന് പോയിരിക്കും, സംശയമൊന്നുമില്ല. കാരണം ഒരു മനുഷ്യന്റെ 8 വർഷത്തെ ജീവിതമാണ്, പ്രൊഫഷണൽ ജീവിതമാണ് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അതൊരു ക്രൈമല്ലേ? ദിലീപ് ഈ കേസ് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടണം. അതാണ് ദിലീപ് ചെയ്യേണ്ടത്. അതുപോലെ ജഡ്ജി ഒരു സ്ത്രീയല്ലേ, അവർക്കെതിരെ എന്തും അതിജീവിതയെ കുറിച്ച് പറയാൻ പാടില്ല. പക്ഷെ ജഡ്ജി എന്തും അവര് സ്ത്രീയല്ല, അവർക്ക് മാന്യതയില്ല, അവര് ദിലീപിനെ വെറുതെ വിട്ടു. അതുകൊണ്ട് അവര് ലോകത്തെ ഏറ്റവും വലിയ ക്രൂരയായ സ്ത്രീയാണ് ജഡ്ജി. അതുകൊണ്ട് അവരെ എന്തും പറയാം. വക്കീലുമാര് നടത്തിയത് വെർബൽ റേപ്പ് ആണെന്നല്ലോ പറഞ്ഞല്ലോ, ഇവർക്കെതിരെ നടക്കുന്നത് വെർബൽ അട്രോസിറ്റി അല്ലേ? മാത്രമല്ല ഇതിനകത്ത് വലിയ രസം എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് വിവരമില്ലാത്ത, കാശിന് കൊള്ളാത്ത മിനി എന്തിനാ അവർ വെച്ച് അല്ലെ വക്കീല്. അതിനുശേഷം ഇന്നലെ പത്തനംതിട്ടക്കാരി ഏറ്റവും അവസാനം ഭാഗ്യലക്ഷ്മി ഇത് തന്നെ പറഞ്ഞത്, വേടന്റെ കൂട്ടിൽ നിന്ന് കൈയടിച്ചു കൊടുത്തു. അപ്പൊ ബലാത്സംഗത്തിന് അതിജീവിത, വേടന്റെ അതിജീവിതയ്ക്ക് പ്രശ്നമില്ല. ഏറ്റവും അവസാനം പത്തനംതിട്ടക്കാരി പരസ്യമായിട്ട് ഇവർക്ക് എന്തോ പറയണമെന്ന് മോൻ പറഞ്ഞു, അതമന്റെ സിനിമ നേരെ ആരുടെ മാധ്യമങ്ങളിൽ വെച്ച്, നിങ്ങൾ ഈ വേടന്റെ കാര്യത്തിൽ വേടന്റെ ബലാത്സംഗം കുഴപ്പമൊന്നുമില്ല, വേടന്റെ പീഡനം കുഴപ്പമില്ല, എന്തോ വിവരമുണ്ട്. അപ്പൊ ഇതെല്ലാം ഫാബ്രിക്കേറ്റ് ആണ്. ദിലീപിനെതിരെ പറഞ്ഞാൽ എന്റെ പടം വരും. ഇതുവരെ എന്റെ ഫോട്ടോ ആരും എടുത്തിട്ടില്ല, അത്രയ്ക്ക് കൊള്ളാത്ത മുഖമാണ്. അപ്പൊ ഇപ്പൊ എങ്കിലും വന്നോട്ടെ എന്നുള്ളവർ ഇറങ്ങിയേക്കുക. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അത് വേറൊരു കാര്യം പറയട്ടെ മാഷെ, എല്ലാ പക്ഷിക്കും വിലയ്ക്കാൻ, പക്ഷെ പശവും പക്ഷിക്കും ദിലീപിന്റെ കാര്യം. ദിലീപിന്റെ ഒരു സിനിമ പണ്ടങ്ങാണ്ടോ ഷൂട്ട് ചെയ്ത ഇതുമായിട്ട് എന്ത് ബന്ധമാണ്? ബസ്സിലെങ്ങാണ്ട് വെച്ചിരുന്നു, അത് പാടില്ല. അടിപൊളി സിനിമയാണത്, നല്ല തമാശ സിനിമ. ദിലീപ് സിനിമ ദിലീപിന്റെ മാത്രമല്ല, അതിലെ ലൈറ്റ് ബോയ്സിന്റെയും കൂടെ ആണ്. അങ്ങനെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അത് കാണാൻ പാടില്ല, നയിക്ക് വിലക്ക്. ഏത് കോടതി അങ്ങ്? അതുകൊണ്ട് എന്താ, ഭർത്താവ് പോലും അറിയാത്ത അവരെ ലോകം മൊത്തം അറിഞ്ഞില്ലേ? സ്വന്തം ഭർത്താവ് പോലും അവരെ അറിയത്തില്ല, അവരെ ലോകം മൊത്തം അറിഞ്ഞില്ലേ? ഇതായിട്ട് അവസ്ഥ. ദിലീപിനെതിരെ സാറ് പറഞ്ഞു, സാറ് ലോകം വൈറലാ, മെസ്സിക്ക് പോലും ഇത്ര ആരാധകരുണ്ടാവത്തില്ല. അതേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ നിന്നെന്ന് മാത്രമാണ് ദിലീപിന്റെ പേരിൽ ഉള്ള വിദൂരമായ, അതും അല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞേ. അപ്പൊ ശുദ്ധനായി, അഗ്നിശുദ്ധനായി. എന്നാലും അയാളെ വെറുതെ. അതേസമയം വേടൻ ഇപ്പോഴും ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്, തെളിഞ്ഞിട്ടില്ല കുറ്റവാളി അല്ലെന്നും തെളിയിക്കണം. പക്ഷേ വേടന്റെ പാട്ട് കേൾക്കുമ്പോൾ അപ്പം ഇതാണ് കാലം.